ഹലോ, അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുക്കിംഗ് വീഡിയോ അല്ല. എനിക്ക് കുക്കിംഗ് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഗാർഡനിങ്. അപ്പോൾ ഞാൻ എൻ്റെ ചെടികൾ തഴച്ച് വളരാൻ വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി ഫെർട്ടിലൈസർ വീട്ടിലുണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കുക എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. ഞാനിവിടെ ദുബായിലാണ്. അപ്പം എൻ്റെ ചെടികളൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ നിൽക്കുന്നത് കാണുമ്പം പലരും എന്നോട് ചോദിക്കാറുണ്ട് എന്ത് വളമാണ് ഈ ചെടികൾക്കൊക്കെ ഇടുന്നത് എന്നുള്ളത്. അപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന വളം എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുക എന്നാണ് ഇന്ന് നമ്മൾ കാണുന്നത്. NPK എന്ന് പറയുന്ന ഒരു രാസവളത്തിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാമല്ലേ. അതിലടങ്ങിയിട്ടുള്ളത് ചെടികൾക്ക് അത്യാവശ്യം വളരാൻ വേണ്ട ന്യൂട്രിയൻസായ നൈട്രജനും പൊട്ടാസ്യം ഫോസ്ഫറസൊക്കെയാണ്. അത് കുറച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആയിരിക്കും ചെടികളുടെ വളർച്ച അല്ലേ. അപ്പം അതിൽ അടങ്ങിയിട്ടുള്ള ഈ ന്യൂട്രിയൻസ് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾ പെട്ടെന്ന് വളരും, പക്ഷേ അത് മണ്ണിനും നല്ലതല്ല. അതിട്ടിട്ട് അതിലുണ്ടാവുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ നമ്മൾ കഴിക്കുന്നതും നല്ലതല്ല. അപ്പോൾ ആ ഒരു ഫെർട്ടിലൈസർ നമുക്ക് ഓർഗാനിക്കായിട്ട് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ് സവാളയുടെ തൊലിയും അതുപോലെ തന്നെ പഴത്തിൻ്റെ തൊലിയൊക്കെ അല്ലേ. ഇത് നമ്മൾ എപ്പോഴും കൊണ്ടുപോയി കളയാറാണ് പതിവ്. പക്ഷേ ചെടികൾ സ്നേഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊരിക്കലും കളയരുത്. ഒരു 3-4 ദിവസത്തെ ഉള്ളിത്തോലും അതുപോലെ പഴത്തിൻ്റെ തൊലിയൊക്കെ നിങ്ങൾ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുക. എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈച്ചൊക്കെ വന്നിട്ട് മുട്ടയിടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എന്നിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു ക്വാണ്ടിറ്റി ആവുന്ന സമയത്ത് ഇതിലേക്ക് ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ല രീതിയിൽ അടച്ച് വെച്ചിട്ട് ഒരാഴ്ച നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഒരാഴ്ച കഴിഞ്ഞാലേ തുറന്നു നോക്കാൻ പാടുള്ളൂ. ഇതിപ്പം നമ്മൾ ഇട്ട് വെച്ചിട്ട് ഒരാഴ്ച ആയിട്ടുണ്ട്. ഒരാഴ്ചയിലപ്പുറം പോകണ്ട കേട്ടോ. അപ്പം ബാഡ് സ്മെല്ലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പം ഒരുപാട് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു ബാഡ് സ്മെല്ലൊന്നുമില്ല. അത്യാവശ്യം നമ്മൾ എന്താ പറയുക, പശുവിനൊക്കെ കൊടുക്കുന്ന കാടിവെള്ളമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് വലിയൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മളിതിൻ്റെ 10 ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതേപോലെ തന്നെ ഇത് ചെടികളുടെ കടക്ക് ഒഴിച്ചു കൊടുക്കരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെടികളൊക്കെ കരിഞ്ഞു പോകും. കാരണം ഇത് നമ്മൾ അടച്ച് വെച്ചിട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് വീര്യം കൂടുതലായിരിക്കും. അപ്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ. ഇനിയിപ്പം ഈ ഉള്ളിത്തോലിയും പഴത്തോലൊക്കെ അത്യാവശ്യം അഴുകിയിട്ടാണുള്ളത്. എന്നാൽ പോലും നമ്മൾ കൈകൊണ്ട് നന്നായി ഞെരടി ഇതിൽ ഉള്ള സത്തൊക്കെ ഈ വെള്ളത്തിൽ ചേരുന്ന രീതിയിൽ ഞെരടി എടുക്കുക. എന്നിട്ട് അതിൻ്റെ പിണ്ടി ഒന്ന് അരിച്ച് മാറ്റുക കേട്ടോ. അത്യാവശ്യം പറമ്പും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതങ്ങനെ കൊണ്ടുപോയി ഒഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ വീടിനടുത്ത് ചെടികൾ നട്ടുപിടിപ്പിച്ച് കുറച്ച് സ്ഥലമുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, അവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ചെടികളുടെ ചോട്ടിലൊക്കെ ഇതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കിടക്കുന്നത് കാണുമ്പോൾ ഒരു അഭംഗിയായിരിക്കും. അപ്പം ഞാനിപ്പോൾ ഏതായാലും അരിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം എൻ്റെ ചെടികളൊക്കെ ബാൽക്കണിയിലാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഇത് നന്നായി ഞെരടി പിഴിഞ്ഞ് ഇതിൻ്റെ സത്തൊക്കെ ഈ വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ ആ ഒരു വേസ്റ്റ് നമ്മൾ കൈകൊണ്ട് തന്നെ അരിച്ച് മാറ്റിയിട്ട് ഇത് കളയില്ല കേട്ടോ. ഞാൻ കിച്ചൺ വേസ്റ്റൊക്കെ യൂസ് ചെയ്തിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഇത് കൊണ്ടുപോയിട്ട് കമ്പോസ്റ്റ് ഇട്ട് വെച്ചിട്ടുള്ള കണ്ടെയ്നറിൽ ഇടുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ നാച്ചുറലായിട്ടുള്ള NPK റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ നിങ്ങളിത് യൂസ് ചെയ്ത് നോക്ക്, അപ്പോൾ തന്നെ മനസ്സിലാവും. പെട്ടെന്നായിരിക്കും ചെടികളുടെ വളർച്ച. വേറെ ഒരു വളവും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അതായത് നമ്മൾ റീപോർട്ട് ചെയ്യുമല്ലോ, സീഡ്ലിങ്സ് പറിച്ച് നടുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ എന്തായാലും ചെടികൾക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ളൊരു പോട്ടിംഗ് മിക്സ് ആയിരിക്കും തയ്യാറാക്കിയിട്ട് അതിലേക്കായിരിക്കും പറിച്ച് നടുക. അതിന് ശേഷം നമ്മൾ ആഴ്ചയിലൊരിക്കൽ ഈ ഒരു വളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ചെടികൾ നല്ല രീതിയിൽ തഴച്ച് വളരും.
അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾ കുറേശ്ശെ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന പോലെ കുറേ വാരിക്കോരി ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ആഴ്ചയിൽ ഒരിക്കലും ഒഴിച്ചു കൊടുക്കുന്നതാണല്ലോ. എനിക്ക് 2 ബാൽക്കണിയാണുള്ളത്. രണ്ടിലും ഞാൻ ചെടികളും വെജിറ്റബിൾസൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വളർന്നു വരുന്ന സ്റ്റേജാണ്. പൂവും കായൊന്നും ഉണ്ടായി തുടങ്ങിയിട്ടില്ല. അപ്പം ആ ഒരു സമയത്ത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഞങ്ങളുടെ ബാൽക്കണി ഒരുപാട് വലുതല്ല, എന്നാൽ ചെറുതുമല്ല, ഒരു ഇടത്തരം സൈസുള്ളൊരു ബാൽക്കണിയാണ്. അപ്പം അതുമാത്രമല്ല, ഈ ഇവിടേക്ക് സൺലൈറ്റ് വരുന്നത് വളരെ കുറവാണ്. അപ്പം സൺലൈറ്റ് അടിക്കുന്ന കുറച്ച് ഭാഗത്ത് മാത്രമാണ് എന്തെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് പറ്റാവുന്ന ചെടികളൊക്കെ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.